ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ +2 കൊമേഴ്സിലെ AFSലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഡിബഞ്ചേഴ്സ് ഒരു കമ്പനിയിൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനായിട്ട് സാധാരണയായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. പക്ഷെ ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഷെയർസ് മാത്രം പോരാതായിട്ട് വരും. അപ്പോൾ പല കമ്പനികളും ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. കൂടുതലായിട്ടും ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഷെയർസ് വഴി കിട്ടുന്ന പണം ഓണേഴ്സ് ഓൺഡ് ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ അത് ഓണേഴ്സിന്റെ ക്യാപിറ്റലാണ്. ഡിബഞ്ചേഴ്സ് വഴി കിട്ടുന്ന പണം അത് ബോറോഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ് എന്നാണ് പറയാറ്. ഡിബഞ്ചേഴ്സ് എന്നുള്ള വാക്ക് ലാറ്റിൻ വാക്കായ ഡെബ്ര, അതായത് ടു ബോറോ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ എഗ്രിമെന്റ് ആണ്. കമ്പനി ഡെപ്റ്റ് അക്നോളേജ് ചെയ്തുകൊണ്ടുള്ള ഒരു റിട്ടേൺ എഗ്രിമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ റിട്ടേൺ എഗ്രിമെന്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? പ്രിൻസിപ്പൽ റീപേയ്മെന്റിനെ കുറിച്ച് പറയും, അതേപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റിനെ കുറിച്ചിട്ടും പറയും. പ്രിൻസിപ്പൽ റീപേയ്മെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ ആയിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട് യൂഷ്വലി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റീപേ ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുക. സാധാരണയായിട്ട് ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഇയർലി ആയിട്ടായിരിക്കും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാറ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 230 ഡിബഞ്ചേഴ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത്? Debentures includes debenture stock, bonds and any other securities whether constituting a charge on the asset of the company or not. ബോണ്ട് ഡിബഞ്ചർ പോലെ തന്നെ ഡെപ്റ്റ് അക്നോളേജ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആദ്യം ഗവൺമെന്റ് മാത്രമേ ബോണ്ട്സ് ഇഷ്യൂ ചെയ്തിരുന്നുള്ളൂ. ഇപ്പൊ സെമി ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് പോലും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. പലപ്പോഴും ഡിബഞ്ചേഴ്സും ബോണ്ടും ഒരുപോലെ ഉപയോഗിക്കാറും ഉണ്ട്. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഒരു സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിബഞ്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? സെക്യൂർഡ് ഡിബഞ്ചേഴ്സും അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സും. സെക്യൂർഡ് ഡിബഞ്ചേഴ്സിൽ കമ്പനി അസറ്റ്സിൽ ഫിക്സഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ചാർജ് ഉണ്ടാവും. അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലോ സ്പെസിഫിക് ആയിട്ട് ചാർജ് ഒന്നും ഉണ്ടാവില്ല. ഫ്ലോട്ടിംഗ് ചാർജസ് ബൈ ഡീഫാൾട്ട് ഉണ്ടാകാം, പക്ഷെ ഫിക്സഡ് ചാർജസ് കമ്പനി അസറ്റിന് മേൽ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സിന് ഉണ്ടാവാറില്ല. പിന്നെ ഫ്രം ദ പോയിന്റ് ഓഫ് ടെനർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിഡീമബിൾ ഡിബഞ്ചേഴ്സും ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സും. റിഡീമബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ അത് ഫുൾ ആയിട്ട് റീപേയ്മെന്റ് ചെയ്തിരിക്കും. ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ വൈൻഡിങ് അപ്പ്, കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ നമ്മൾ ആ എമൗണ്ട് റീപേ ചെയ്യാറുള്ളൂ. ഇനി കൺവേർട്ടബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഡിബഞ്ചേഴ്സിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ ഷെയർസിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഡിബഞ്ചേഴ്സിനെയാണ് എന്ത് പറയുന്നത്? കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞാലോ ഡിബഞ്ചേഴ്സിനെ ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഫ്രം ദ കൂപ്പൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സിനെ നമുക്ക് സ്പെസിഫിക് കൂപ്പൺ റേറ്റ് ഡിബഞ്ചേഴ്സ് എന്നും സീറോ കൂപ്പൺ റേറ്റ് ഡിബഞ്ചേഴ്സ് എന്നും പറയും. സ്പെസിഫിക് കൂപ്പൺ റേറ്റ് ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിരിക്കും. സീറോ കൂപ്പൺ ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നില്ല, പക്ഷെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് തന്നെ ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ഡിസ്കൗണ്ട് റേറ്റിൽ ഇഷ്യൂ ചെയ്യുക പറഞ്ഞാൽ എന്താണ്? ഷെയർ ഇഷ്യൂ പ്രൈസ് ഡിബഞ്ചേഴ്സിന്റെ ഫേസ് വാല്യൂവിനെക്കാട്ടിലും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസ് എന്തൊക്കെയാണ്? ഓണർഷിപ്പിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർസിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. പക്ഷെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിലോ അവരുടെ ഡെപ്റ്റ് മാത്രമേ അക്നോളേജ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, അവർ കമ്പനിയുടെ ഓണേഴ്സ് അല്ല. ഇനി റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടും, പക്ഷെ പ്രോഫിറ്റിനനുസരിച്ച് അത് ഡിവിഡൻഡിന്റെ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കേസസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ഇൻട്രസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. അവിടെ പ്രോഫിറ്റ്, കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി എന്ത് കൊടുക്കേണ്ടി വരും? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇനി റീപേയ്മെന്റിന്റെ കേസ്
ഷെയർസിന്റെ കേസിൽ എങ്ങനെയാ വരുന്നത്? ഷെയർ ക്യാപിറ്റൽ തിരികെ കൊടുക്കണം എന്നില്ല, അത് ലൈഫ് ടൈം ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തായാലും അത് റീപേ ചെയ്യേണ്ടി വരും. ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വൈൻഡിങ് അപ്പ് സമയത്താണെന്നുണ്ടെങ്കിലും ആ ഡിബഞ്ചേഴ്സ് എന്താണ് തിരികെ കൊടുക്കേണ്ടി വരും. വോട്ടിംഗ് റൈറ്റ്സിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, പക്ഷെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും ഇല്ല. ഇനി സെക്യൂരിറ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർസ് സെക്യൂർഡ് അല്ല, പക്ഷെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണെങ്കിലോ യൂഷ്വലി സെക്യൂർഡ് ആണ്. ഫിക്സഡ് അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് ചാർജ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ അസറ്റിന്റെ മേലെ ഉണ്ടാവും. കൺവേർട്ടബിലിറ്റി നോക്കുകയാണെങ്കിൽ ഷെയർസ് ഒരിക്കലും ഡിബഞ്ചേഴ്സിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഡിബഞ്ചേഴ്സ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഷെയർസിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡിബഞ്ചേഴ്സ് എടുത്തതും ഇഷ്യൂ ചെയ്തതും നമുക്ക് ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതിലുള്ള ടേംസ് പ്രകാരം ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും അതിനെ ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് പാറിലാവാം, അല്ലെങ്കിൽ അറ്റ് ഡിസ്കൗണ്ട് ആവാം, അല്ലെങ്കിൽ അറ്റ് പ്രീമിയത്തിൽ ആവാം. ചിലപ്പോൾ ക്യാഷിന് മാത്രമായിട്ടില്ല ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ക്യാഷ് അല്ലാതെ വേറെ എന്തെങ്കിലും കൺസിഡറേഷനും എന്ത് ചെയ്യാം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കൊലാട്രൽ സെക്യൂരിറ്റിയുടെ ബേസിൽ വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഷെയർസ് ഓൾറെഡി എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യാന്ന് പഠിച്ചത്? ഷെയർസും ഈ പറഞ്ഞ പോലെ ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ, ഡിസ്കൗണ്ട്, അറ്റ് പ്രീമിയം എന്ന് പഠിച്ചു. സെയിം തന്നെയാണ് ഡിസ്കൗണ്ടിന്റെ ഡിബഞ്ചേഴ്സിന്റെ കേസിലും വരുന്നത്. അറ്റ് പാർ പറഞ്ഞ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ദയർ ഫേസ് വാല്യൂ. എത്രയാണോ ഫേസ് വാല്യൂ ആ ഒരു എമൗണ്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ XYZ ലിമിറ്റഡ് ഇഷ്യൂ 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ. അപ്പൊ ടോട്ടൽ ആ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് കളക്ട് ചെയ്യുന്നത്? 10,000 into 100, അപ്പോൾ 10 lakh rupees നമ്മൾ കളക്ട് ചെയ്യും. എത്രയാണോ ഫേസ് വാല്യൂ അത് തന്നെയായിരിക്കും എന്ത്, ഇഷ്യൂ പ്രൈസും. നെക്സ്റ്റ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് പറഞ്ഞാൽ എന്താണ്? ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ബിലോ ദ ഫേസ് വാല്യൂ. എത്രയാണോ ഫേസ് വാല്യൂ അതിന് താഴെ ഒരു എമൗണ്ടിൽ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XYZ ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് ₹95. അപ്പോൾ 100 രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സ് 95 രൂപയ്ക്കാണ് എന്താണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എത്ര ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു? 10,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. അപ്പൊ ടോട്ടൽ ആയിട്ട് 9,50,000 rupees നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇനി അത് പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിലോ, പ്രീമിയത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് അബവ് ദർ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ടിലാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഇഷ്യൂ ചെയ്തു എന്നാ പറയാ, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു എന്നാ പറയാ. XYZ ലിമിറ്റഡ് ഇഷ്യൂ 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 at ₹110. അപ്പോൾ ആക്ച്വൽ ഫേസ് വാല്യൂ 100 ആണ്, ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 110 rupeesനാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് അവിടെ എത്ര എമൗണ്ട് കിട്ടും? 11 lakh rupees കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് യൂഷ്വലി ഇഷ്യൂ ചെയ്യാറ്. ഇനി ജേർണൽ എൻട്രീസ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യണതിന്റെ ജേർണൽ എൻട്രി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ജേർണൽ എൻട്രിയും സെയിം തന്നെയാണ് വരിക. നമ്മളിപ്പോൾ എവിടെയൊക്കെ ഷെയർന്ന് കൊടുത്തു അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? ഡിബഞ്ചേഴ്സിന് കൊടുക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ഡിബഞ്ചർ പാറിലാണ് ഇഷ്യൂ ചെയ്തിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എൻട്രി എങ്ങനെയാ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് വരും. ഇനി ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 9,50,000, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 50,000 ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് 10,000 rupees പറഞ്ഞിട്ട് വരും. ഇനി പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 11 lakh, ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് 10,000, ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് 1 lakh. അതായത് ബാങ്ക് എന്നുള്ളതിൽ വരുമ്പോൾ ഫുൾ എമൗണ്ട് എത്രയാണോ നമ്മൾ കളക്ട് ചെയ്ത് അത് കൊടുക്കുന്നു. പിന്നെ ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ ഏത് എമൗണ്ടാ കൊടുക്കുക? എപ്പോഴും അതിന്റെ ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആണ് നമ്മൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റിൽ കൊടുക്കുക. അതിനുശേഷം ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണോ ഡിസ്കൗണ്ട് കൊടുത്തത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ള അക്കൗണ്ടിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഇനി
പ്രീമിയത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഏതിലോട്ട്? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന് മുമ്പ് നമുക്ക് ഒരു സിനാരിയോ നോക്കാനുള്ളത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി. കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചേഴ്സ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം അല്ലെ. ലോണിന് വേണ്ടിയിട്ട് അധികം സെക്യൂരിറ്റി എന്നുള്ള രീതിക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെയാ ട്രീറ്റ് ചെയ്യുക? ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാ വരിക? ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നുള്ള രീതിക്കാണ് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്താൽ പോസ്റ്റ് ചെയ്യേണ്ട എൻട്രി. ഓക്കെ. ഇനി അടുത്തത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് റീപേ ചെയ്യുന്നത് അതിന്റെ മെച്യൂരിറ്റി ടൈമിലാണ്. റിഡംഷൻ നമുക്ക് ഒന്നില്ലെങ്കിൽ അറ്റ് പാർ, എത്രയാണോ ഫേസ് വാല്യൂ ആ എമൗണ്ട് തന്നെ എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്ത്, പ്രീമിയത്തിൽ തിരിച്ചു കൊടുക്കാം. സപ്പോസ് ഒരു ഡിബഞ്ചേഴ്സിന് നമ്മൾ 100 rupees ആണ് കളക്ട് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ 110 rupees വേണമെങ്കിലും തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെ ആയിരിക്കും ഡിബഞ്ചർ റിഡംഷന്റെ കോമൺ കേസസ് വരുന്നുണ്ട്? പാറിൽ ഇഷ്യൂ ചെയ്തിട്ട് പാറിൽ തന്നെ റീപേ ചെയ്യാം. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് പാറിൽ റിഡീം ചെയ്യാം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ട് പാറിൽ റിഡീം ചെയ്യാം. പിന്നെ പാറിൽ ഇഷ്യൂ ചെയ്തിട്ട് റിഡീമബിൾ അറ്റ് പ്രീമിയത്തിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയത്തിൽ റിഡീം ചെയ്യാം. അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയത്തിൽ തന്നെ എന്ത് ചെയ്യാം, റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിപ്പോ അറ്റ് പാറിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിബഞ്ചേഴ്സ് റിഡീംഡ് അറ്റ് ദെയർ ഫേസ് വാല്യൂ. അതായത് XYZ ലിമിറ്റഡ് റിഡീംസ് 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 at par. അപ്പോൾ എത്ര രൂപ കൊടുത്താൽ മതി? 10 lakh rupees കൊടുത്താൽ മതി. പാറിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി പ്രീമിയം പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ അറ്റ് എ പ്രൈസ് എബോവ് ദ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനെക്കാട്ടിലും ഒരു എമൗണ്ട് മുകളിലായിട്ട് നമ്മൾ ഡിബഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും? ഡിബഞ്ചേഴ്സ് റിഡീം അറ്റ് പ്രീമിയം എന്ന് പറയും. അതായത് 10,000 ഡിബഞ്ചേഴ്സ് 100 rupees വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്തു. പക്ഷെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഒരു ഡിബഞ്ചറിന് 110 രൂപ വെച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടലി നമ്മൾ എത്ര രൂപ കൊടുക്കണം? 11 ലക്ഷം കൊടുക്കേണ്ടതായിട്ട് വരും. ജേർണൽ എൻട്രീസ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക? ഒരു ഷെയർസ് നമ്മൾ റിഡീം ചെയ്യുമ്പോൾ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഷെയർസ് തിരിച്ചു കൊടുക്കുമ്പോൾ, ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒക്കെ എങ്ങനെയാണോ ജേർണൽ എൻട്രീസ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഡിബഞ്ചേഴ്സിന്റെ കേസസിൽ എങ്ങനെയാണ് നോക്കണം. ഡിബഞ്ചേഴ്സ് പാറിൽ തന്നെയാണ് റിഡീം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 10 lakh അല്ലെ. നമ്മൾ 10,000 ഷെയർസ് ഓഫ് ₹100 each ആണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ പാറിൽ തന്നെ റിഡീം ചെയ്യണം. അപ്പൊ ബാങ്കിൽ നിന്ന് പൈസ പോകുന്നു. അപ്പൊ ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റിൽ കാണിക്കുന്നു. അപ്പൊ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലോ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ഡിബഞ്ചേഴ്സിന്റെ ആക്ച്വൽ കോസ്റ്റ്, അതായത് ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ്. എന്നിട്ട് പ്രീമിയത്തിലാണ് അല്ലെ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് 1 lakh rupees ടു ബാങ്ക് അക്കൗണ്ട്. ടോട്ടൽ എത്ര രൂപ കൊടുക്കണം? 11 lakh rupees. അങ്ങനെയാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രീസ് വരും. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഈ ഡിബഞ്ചേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്തായാലും എന്താണ് കൊടുക്കണം. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫേസ് വാല്യൂയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാറ്. അതായത് കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂയിലാണ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കാറ്. യൂഷ്വലി ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഇയർലി ആയിരിക്കും എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാറ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചാർജ് ഓൺ പ്രോഫിറ്റ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് കൊടുക്കണം. കമ്പനി യൂഷ്വലി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് കൊടുക്കുന്നതിന് മുന്നേ TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? കൊടുക്കുന്നുണ്ടാവുക, ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് കമ്പനീസ് പ്രോഫിറ്റ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XYZ ലിമിറ്റഡ് പേസ് ₹80,000 ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് വിത്ത് എ TDS ഓഫ് 8,000. ഇപ്പോൾ 10% ആണ് TDS ഡിഡക്ട് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 80,000 rupees ഇൻട്രസ്റ്റ്
ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ അതിൽ 10% TDS ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി 72,000 മാത്രമായിരിക്കും നമ്മൾ പേ ചെയ്യുക. എന്നിട്ട് ഈ 8,000 റുപ്പീസ് 80,000 10% ആയ 8,000 നമ്മൾ TDS ആയിട്ട് ഡിഡക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ പാൻ യൂസ് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. പിന്നീട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവരുടെ IT ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് അവരുടെ 26 AS ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ഈവൻ അവർക്ക് ടാക്സബിൾ ഇൻകത്തിന്റെ മേലെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിഡക്ട് ചെയ്ത എമൗണ്ട് അവർക്ക് ആ സമയത്ത് എന്തായിട്ട് കിട്ടും, റീഫണ്ട് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ജേർണൽ എൻട്രീസ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിലെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് 8,000 ടു ഇൻകം ടാക്സ് പേയബിൾ, അതായത് നമ്മൾ TDS അതിന്റെ ഒരു 10% ഡിഡക്ട് ചെയ്യണ്ടേ, അത് 8,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 72,000. ഇത് ഡ്യൂ ആവുന്ന സമയത്ത്. ഇനി പേയ്മെന്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് 72,000 പറഞ്ഞിട്ട് കൊടുക്കും. പിന്നെ ഈ TDS ഡിഡക്ട് ചെയ്ത് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുമ്പോഴോ അതിന്റെ എൻട്രി എങ്ങനെയാ വരിക, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ടു ബാങ്ക് പറഞ്ഞിട്ട് എൻട്രി വരും. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് റിഡംഷൻ എന്ന് പറയുന്നത് കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ ലയബിലിറ്റി അവസാനിപ്പിക്കുക എന്നുള്ളതിനെ, അല്ലെങ്കിൽ ആ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സ് റീപേ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഡിബഞ്ചർ റിഡംഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനായിട്ട് 4 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന് പേയ്മെന്റ് ഇൻ ലംസം, ടോട്ടൽ ആയിട്ട് ഒറ്റയടിക്ക് അങ്ങ് ആ എത്ര രൂപയ്ക്കാണോ ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്ത് ആ എമൗണ്ട് ഫുള്ളും തിരിച്ചു കൊടുക്കുക സിംഗിൾ പേയ്മെന്റ് ആയിട്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സേ 2 or 3 അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലോ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് ഡിബഞ്ചേഴ്സിന്റെ എമൗണ്ട് എത്രയാണോ കളക്ട് ചെയ്ത് ആ എമൗണ്ട് തിരിച്ച് റീപേ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അതിന് വീണ്ടും തിരിച്ച് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സിനെ ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് ദ എക്സ്റ്റിങ്ക്വിഷിംഗ് ഓർ ഡിസ്ചാർജിംഗ് ദ ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ഇഷ്യൂ. നമ്മൾ ഇഷ്യൂ ചെയ്ത ടേംസ് പ്രകാരം ഡിബഞ്ചേഴ്സ് റീപേ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലയബിലിറ്റിയെ ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റീപേയ്മെന്റ് ഓഫ് എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ദ കമ്പനി. കമ്പനി ആ ഡിബഞ്ചേഴ്സിന്റെ എമൗണ്ട് റീപേ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് റിഡംഷൻ 4 മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയായിരുന്നു ഓൾറെഡി പറഞ്ഞത്, ഒന്ന് ലംസം പേയ്മെന്റ്, ലംസം സം ഒറ്റയടിക്ക് പേ ചെയ്ത് തീർക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സിനെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനി തന്നെ പർച്ചേസ് ചെയ്യുക, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ട്, പഴയ ഡിബഞ്ചേഴ്സിനെ പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യാം. അപ്പൊ ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. റീപേയ്മെന്റ് ഇൻ ലംസം എമൗണ്ട്. ആദ്യത്തെ റിഡംഷൻ മെത്തേഡ്, ഡിബഞ്ചേഴ്സിന്റെ റിഡംഷൻ മെത്തേഡ് ആദ്യത്തേത് ഏതായിരുന്നു, റീപേയ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ് ഇൻ ലംസം സം ആയിട്ട്. കമ്പനി മെച്യൂരിറ്റി സമയത്ത്, ഡിബഞ്ചർ മെച്യൂരിറ്റി സമയത്ത് മുഴുവൻ തുകയും ഒരുമിച്ച് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നൽകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ നമ്മൾ എന്ത് പറയും, പേയ്മെന്റ് ഇൻ ലംസം എന്ന് പറയുകയാണ്. XYZ 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് വെച്ച് ഇഷ്യൂ ചെയ്തു. മൊത്തം എത്ര രൂപയാണ്, 5 lakh rupees ആണ്. അപ്പൊ മെച്യൂരിറ്റി ടൈമിൽ ലംസമായിട്ട് മൊത്തമായിട്ട് 5 lakh rupees നമ്മൾ റിഡീം ചെയ്യും. ഈ മെത്തേഡാണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാ വരിക, ആദ്യം ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 5 lakh, അതിന് ഇത് ഡ്യൂ ആവുന്ന സമയത്ത്, ഇനി പേയ്മെന്റ് നടക്കുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് 5 lakh പറഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി പാസ് ചെയ്യാറ്. അപ്പോൾ ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മെത്തേഡായ റിഡംഷൻ ബൈ ലംസം പേയ്മെന്റിൽ എന്താണ് പറയുന്നത്, പേയ്മെന്റ് ഓഫ് എൻറ്റയർ ഡിബഞ്ചർ വാല്യൂ ഇൻ 1
ഇൻസ്റ്റാൾമെന്റ് അറ്റ് മെച്യൂരിറ്റി സമയത്ത് ഫുൾ എമൗണ്ടും ഒറ്റ തവണയായിട്ട് കൊടുത്തു തീർക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ലംസം പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5,000 ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ഉള്ളത് നമ്മൾ റീപേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ഒറ്റയടിക്ക് കൊടുക്കണം? 5 lakh rupees കൊടുക്കണം. അപ്പോൾ ഇത് പാർട്ടിലാണ് നമ്മൾ റീപേ ചെയ്യണം എന്നുള്ളത് അസ്യൂം ചെയ്യുക. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വരും? ഡിബെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് 5 lakh. ഇത് ഡ്യൂ ആവുന്ന സമയത്ത് റീപേ ചെയ്യുന്ന സമയത്ത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 5 lakh. നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. എന്താണ്? റിഡംഷൻ ഇൻ ഇൻസ്റ്റാൾമെന്റ്. എന്താണ് റിഡംഷൻ ഓഫ് ഇൻസ്റ്റാൾമെന്റിൽ പറയുന്നത്? റിഡീം ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് തിരിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ് പറയുന്നു. ഡിബെഞ്ചർ റിഡീം ചെയ്യേണ്ട ഡിബെഞ്ചേഴ്സ് ഡ്രോ ഓഫ് ലോട്ട് വഴിയായിരിക്കും തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. ലോട്ട് ഇട്ടെടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഏതൊക്കെ കൊടുക്കാം എന്നുള്ളത് ആ ലോട്ട് ഇട്ടിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തീരുമാനിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ABC ലിമിറ്റഡ് ഒരു 10,000 ഡിബെഞ്ചേഴ്സ് ഓരോ ഡിബെഞ്ചേഴ്സിനും 100 rupees വെച്ചിട്ടുള്ളത് ഇഷ്യൂ ചെയ്തു. അപ്പൊ ടോട്ടൽ എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? 10 lakh ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളത് 3 വർഷമായിട്ടാണ് ഇത് റീപേ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം നമ്മളൊരു 2,500 ഡിബെഞ്ചേഴ്സ് റീപേ ചെയ്യും. രണ്ടാമത്തെ വർഷം പിന്നെ ഒരു 2,500 ഡിബെഞ്ചേഴ്സ് റീപേ ചെയ്യും. മൂന്നാമത്തെ വർഷം 5,000 ഡിബെഞ്ചേഴ്സും എന്ത് ചെയ്യും? റീപേ ചെയ്യും. അപ്പൊ ജേർണൽ എൻട്രി ഓരോ വർഷവും നമ്മൾ പാസ് ചെയ്യണം. ആദ്യത്തെ വർഷം ഡ്യൂ ആവുമ്പോൾ എങ്ങനെ വരും? ഡിബെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എത്ര രൂപയാണ്? 2,500 ഡിബെഞ്ചേഴ്സ് ആണ് ആദ്യത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡീം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിബെഞ്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ എത്ര വരും? 2,500 into 100 2,50,000. പിന്നെ അത് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 2,50,000. നെക്സ്റ്റ് ഇയറും ഇതേപോലെ എന്താണ് 2,500 ഡിബെഞ്ചേഴ്സ് റീപേ ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ എൻട്രി പാസ് ചെയ്യും. എന്ത്? ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് 2,50,000. പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 2,50,000. ഇനി മൂന്നാമത്തെ വർഷം 5,000 ഡിബെഞ്ചേഴ്സും റീപേ ചെയ്ത് നമ്മൾ ആ ഡിബെഞ്ചർ മുഴുവൻ കൊടുത്തു തീർക്കുകയാണ്. അപ്പോഴും എങ്ങനെ എൻട്രി വരിക? ഡിബെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 5 lakh ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 5 lakh. ഇത് ഡ്യൂ ആവുമ്പോൾ നീ പേയ്മെന്റ് നടത്തുമ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 5 lakh. അങ്ങനെയാണ് ഇതിന്റെ ജേർണൽ എൻട്രി വരുന്നത്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിഡംഷൻ ഇൻ ഇൻസ്റ്റാൾമെന്റ് പറയുന്നത് ഡിബെഞ്ചേഴ്സ് റിഡീമിംഗ് പാർട്ട് യൂഷ്വലി ത്രൂ ഡ്രോയിങ് ഓഫ് ലോട്ട്സ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് റിഡീം ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? പർച്ചേസ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. കമ്പനി മാർക്കറ്റിൽ നിന്ന് തന്നെ സ്വന്തം ഡിബെഞ്ചേഴ്സ് വാങ്ങി ക്യാൻസൽ ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? പർച്ചേസ് ഇൻ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനമായിട്ടുള്ളത്? സർപ്ലസ് ഫണ്ട് ഉണ്ടാകുമ്പോൾ സ്വന്തം സൗകര്യത്തിന് ഡിബെഞ്ചേഴ്സ് റിഡീം ചെയ്താൽ മതി അല്ലെ? എത്ര പീരീഡ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള രീതിക്ക് അവിടെ എന്താ പറയാ എഗ്രിമെന്റോ കാര്യങ്ങളോ വരുന്നില്ല. അപ്പോൾ സർപ്ലസ് ഫണ്ട് കമ്പനിയിൽ സർപ്ലസ് ഫണ്ട് ഉണ്ടാവുമ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് കമ്പനിയുടെ സൗകര്യത്തിന് ഡിബെഞ്ചേഴ്സ് എന്ത് ചെയ്താൽ മതി? റിഡീം ചെയ്താൽ മതി. ഇനി ഡിസ്കൗണ്ടിലാണ് അത് തിരിച്ച് വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലോ കമ്പനിക്ക് പ്രോഫിറ്റും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ LMN ലിമിറ്റഡ് LMN ലിമിറ്റഡ് ബൈബാക്സ് 1,000 ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 each at ₹95. ഡിസ്കൗണ്ടിലാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നോമിനൽ വാല്യൂ പറയുന്നത് എത്രയാണ്? 1,000 ഡിബെഞ്ചേഴ്സ് ഇൻറ്റു 100 പറയുമ്പോൾ 1 lakh. പർച്ചേസ് പ്രൈസ് എത്രയാണ്? 95 രൂപയ്ക്കാണ് ഒരു ഡിബെഞ്ചർ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോൾ എത്ര രൂപ കൊടുക്കണം പർച്ചേസ് ചെയ്യണമെങ്കിൽ? 95,000 rupees കൊടുക്കണം. അപ്പൊ പ്രോഫിറ്റ് എത്രയായി? നമ്മൾ വാങ്ങിക്കുമ്പോൾ 1 lakhനാണ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തത്. തിരിച്ച് നമ്മൾ അത് ബൈബാക്ക് ചെയ്യുമ്പോൾ 95,000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുത്തിട്ട് വാങ്ങിക്കുന്നത്. നമുക്ക് കിട്ടിയത് 1 lakh, നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് 95,000. അപ്പൊ അവിടെ പ്രോഫിറ്റ് എത്രയായി? 5,000 rupeesന്റെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാ വരിക? ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1 lakh to bank 95,000 to profit on redemption account 5,000 എന്നാണ് ജേർണൽ എൻട്രി വരിക. അതായത് ഡിബെഞ്ചർ അക്കൗണ്ട് ആക്ച്വൽ ഫേസ് വാല്യൂ പ്രകാരം തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് ബാങ്കിൽ നിന്ന് പോകുന്നത് എത്ര എമൗണ്ടേ പോകുന്നുള്ളൂ?
95,000 പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ ലാഭം ഉണ്ടായി? 5,000 റുപ്പീസിന്റെ ലാഭം ഉണ്ടായി. അടുത്ത മെത്തേഡ് എന്താണ്? റിഡംഷൻ ബൈ കൺവേർഷൻ. ഡിബഞ്ചേഴ്സ് ഷെയർസ് അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ PQR ലിമിറ്റഡ് ഒരു 1000 ഷെയർസ്, ഒരു ഷെയറിന് 1000 ഡിബഞ്ചേഴ്സ്, ഒരു ഡിബഞ്ചറിന് 100 റുപ്പീസ് വെച്ചിട്ട് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര രൂപയാണ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? 1 lakh റുപ്പീസ് ആണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്താണ്? കൺവേർട്ട് ഇൻ ടു ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് ₹20 പ്രീമിയം. അതായത് ഇതിനെ വേണമെങ്കിൽ 10 രൂപ വിലയുള്ള ഒരു ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ആ ഷെയർസ് ഇപ്പോൾ കൺവേർട്ട് ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. എത്ര രൂപയ്ക്ക്? 20 രൂപയ്ക്ക്. അപ്പോൾ റിഡീം ചെയ്യേണ്ട ടോട്ടൽ തുക എന്ന് പറയുന്നത് 1 lakh ആണ്. അതിന് പകരം നമ്മൾ ഷെയർസ് എത്ര രൂപയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാന്നാ പറയുന്നത്? 10 രൂപ വിലയുള്ള ഷെയർസ് 20 രൂപയ്ക്ക് കൊടുക്കുന്നു, പ്രീമിയത്തിന് കൊടുക്കുന്നു. അപ്പൊ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം? 1 lakh divided by 20. അപ്പൊ 5,000 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാ വരിക? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? ഫേസ് വാല്യൂ പ്രകാരം 1 lakh. ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ വരുന്നത്? അവിടെ എത്രയാണ് വരുന്നത്? നമ്മൾ 5,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫേസ് വാല്യൂ പറയുന്നത് ആക്ച്വലി എത്രയാണ്? 10 ആണ് അല്ലേ? പിന്നെ 10 പ്രീമിയം ആണ്. അപ്പോൾ ടു ഷെയർ ക്യാപിറ്റൽ 50,000, ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 50,000, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1 lakh, ടു ഷെയർ ക്യാപിറ്റൽ 50,000, ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 50,000. അങ്ങനെയാണ് ഷെയർസ് ഡിബഞ്ചേഴ്സ് ഷെയർസിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ റിഡീം ചെയ്യുമ്പോൾ ജേർണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ റിഡംഷൻ ബൈ കൺവേർഷനിൽ എന്താ പറയുന്നത്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ഓഫേർഡ് കൺവേർഷൻ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ്. ഒന്നില്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്താണ് ഒരു നേട്ടമായിട്ടുള്ളത്? ഇൻ കേസ് ഷെയർസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്നുള്ള പൊസിഷനിലേക്ക് മാറുകയാണ് അല്ലേ? പിന്നെ അതല്ലാതെ അവർക്ക് ഡിവിഡൻഡും കിട്ടും. പ്രോഫിറ്റിനനുസരിച്ച് അവർക്ക് ഡിവിഡൻഡും കിട്ടാനുള്ള ചാൻസസും കൂടുകയാണ്. അപ്പോൾ ഇൻ കേസ് ഇൻട്രസ്റ്റിനെക്കാളും ഡിവിഡൻഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് മേ ബി ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെയും ആ ഡിബഞ്ചേഴ്സ് പുതുക്കുകയാണ്. പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ട് വീണ്ടും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യും. സോഴ്സസ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ. ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനുള്ള സോഴ്സ് നമുക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുക? ഔട്ട് ഓഫ് ക്യാപിറ്റൽ. പുതിയ ക്യാപിറ്റൽ റൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് യൂസ് ചെയ്തിട്ട് ഡിബഞ്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡീം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് റിസർവ്സ് യൂസ് ചെയ്തിട്ട് ഡിബഞ്ചേഴ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റിഡീം ചെയ്യാനായിട്ട് പറ്റും. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്. ഇതെന്താണ്? എല്ലാ കമ്പനീസും അതിന്റെ ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണോ അതിന്റെ 10% റിസർവ് ആയിട്ട് എന്ത് ചെയ്യണം? റിസർവ് ആയിട്ട് മാറ്റി വെക്കണം. കൂടാതെ അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സ് മെച്യൂർ ആവുന്നത് നെക്സ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നത്തെ April 30th എത്ര രൂപയാണോ നെക്സ്റ്റ് ഇയർ മെച്യൂർ ആവുന്നത് അതിന്റെ 15% ഈ പറഞ്ഞ പോലെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റി വെക്കണം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കേസ് ലിമിറ്റഡ് 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each is issued. അപ്പൊ ഇത് വന്നിട്ട് ഈ കമ്പനി 10,000 ഡിബഞ്ചേഴ്സ്, ഒരു ഡിബഞ്ചറിന് 100 rupees വിലയുള്ള 10,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പാറില്. ഇത് ഒരു 4 വർഷമായിട്ടാണ് റീപേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോസ് 2017, 2018, 2019, 2020 ആയിട്ട് റീപേ ചെയ്യുകയാണ്. ആദ്യത്തെ വർഷം 2000 ഷെയർസ്, രണ്ടാമത്തെ വർഷം 3000 ഷെയർസ്, മൂന്നാമത്തെ വർഷം 3000 ഷെയർസ്, പിന്നെ നാലാമത്തെ വർഷം 2000 ഷെയർസ് പറഞ്ഞ് റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ വർഷവും റിഡീം ചെയ്യണതിന്റെ April 30th ഏത് വർഷമാണോ റിഡീം ചെയ്യണം അതിന്റെ മുന്നത്തെ April 30th അതിന്റെ 15% ഈ പറഞ്ഞ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിവെക്കണം. ഇപ്പൊ 2017 2000 ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? റിഡീം ചെയ്യാൻ പോകുന്നത്. 2000 ഷെയർസ് എന്ന് പറയുന്നത് 2 lakh rupees റിഡീം ചെയ്യണം. അപ്പൊ അതിന്റെ 15% പറയുന്നത് 30,000 rupees ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിവെക്കണം.
2018 3000 ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നു. അതായത് 3 ലക്ഷം രൂപ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ അതിന്റെ 30% ആയ 45,000 നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിവെക്കും. അതേപോലെ നെക്സ്റ്റ് ഇയർ എത്രയാണ്? 3000 ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ലക്ഷത്തിന്റെ 15% പറയുമ്പോൾ 45,000 രൂപ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിവെക്കണം. ലൈക്ക് ദാറ്റ് ലാസ്റ്റ് ഇയർ 2000 ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നു. അതായത് 2 lakh rupees നമ്മൾ റീപേ ചെയ്യണം. അതിന്റെ 15% ആയ 30,000 rupees നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റി വെക്കണം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ആണ്. അതായത് ഒരു 10 lakh rupees ഉള്ള ഡിബഞ്ചേഴ്സ് നമ്മൾ 4 വർഷമായിട്ട് റീപേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും എത്രയാണോ റീപേ ചെയ്യുന്നത് അതിന്റെ April 30th ആ വർഷത്തിന് മുന്നേയുള്ള April 30th റീപേ ചെയ്യണതിന്റെ 15% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 3 lakh ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 15% 40,000 45,000. 2 lakh ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 15% 30,000. അങ്ങനെ നമ്മൾ റിസർവ് ആയിട്ട് മാറ്റി വെക്കണം.